CUT എക്സാമിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA-ക്ക് ഇനി യാതൊരു റോളുമില്ല. CUT-യുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് NTA-യുടെ പ്രസ് റിലീസിലാണ് ഈ ഒരു കാര്യം അറിവായിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു പ്രസ് റിലീസിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ CUT-യുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട്. സോ NTA പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ NTA-യുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് CUT-യുടെ എക്സാം നടത്തുക, അതിൻ്റെ ഒരു കണ്ടക്റ്റും അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് ശേഷമുള്ള അഥവാ റിസൾട്ടിന് ശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും ആരുടെ ഉത്തരവാദിത്തമാണ്? അതത് യൂണിവേഴ്സിറ്റീസിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ NTA-യുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും അഥവാ എക്സാമായി റിലേറ്റ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സ്കോർ കാർഡ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ NTA പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഈ സ്കോർ കാർഡ് എന്ത് ചെയ്തു? NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഓരോരോ യൂണിവേഴ്സിറ്റീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയയിലാണ് അഡ്മിഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതെല്ലാം സബ്ജക്ട്സ് ആണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ BComന് അല്ലെങ്കിൽ BSc കെമിസ്ട്രിക്ക്, BA പൊളിറ്റിക്സിന് ഡൽഹിയിൽ ഏതെല്ലാം സബ്ജക്ട്സ് ആണ് എക്സാം എഴുതേണ്ടത് അതേപോലെ ആയിരിക്കില്ല അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക്, അതുപോലെ ആയിരിക്കില്ല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക്, അതുപോലെ ആയിരിക്കില്ല ജാമിയ മില്ലിയയിൽ, അതുപോലെ ആയിരിക്കില്ല ഹരിയാന യൂണിവേഴ്സിറ്റിയിൽ. ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ ആണുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? NTA ഒരു കോമൺ എക്സാം നടത്തുന്നു. ആ എക്സാമിൻ്റെ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നുണ്ടോ അതത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അവിടുന്ന് ബാക്കിയുള്ള അഥവാ the result of the candidates process is being shared with the universities and the candidates are advised to be touched in with the respective universities. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണോ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുമായി നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് വേണം. അവരെന്ത് ചെയ്യും? അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അഥവാ ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് ആയിട്ടാണ് എന്തുണ്ടാവുക? അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റീസ് നമുക്ക് CUT-യിൽ കിട്ടിയുള്ള മാർക്ക് ഉണ്ടല്ലോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ A യൂണിവേഴ്സിറ്റി, B യൂണിവേഴ്സിറ്റി, C യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മുടെ മാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ B യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ C യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്, Aയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. സോ നിങ്ങളുടെ സ്കോർ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ Bയിലും Cയിലും മാത്രമേ വരുള്ളൂ. മറ്റൊരാൾ Aയിലും Bയിലും Cയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്കിപ്പം 100 മാർക്ക് 100% ഉണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ടാമത്തെ ആൾക്ക് വെറും 98% ആണെന്ന് വിചാരിക്കാം. സോ അയാൾക്ക് എവിടെ കിട്ടും? Aയിൽ അയാൾക്ക് അഡ്മിഷൻ കിട്ടും, പക്ഷേ Bയിലോ Cയിലോ എന്തില്ല അയാൾക്ക് അഡ്മിഷൻ കിട്ടുക. കാരണം എന്തുണ്ട്? നമ്മൾ ഓൾറെഡി അയാൾക്ക് മുകളിൽ റാങ്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റും, നമ്മുടെ മാർക്ക് മാത്രമല്ല റാങ്ക് ലിസ്റ്റും അനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക? നമുക്ക് ഓരോരോ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ കിട്ടുക. നിങ്ങൾക്ക് ഹയർ ലെവൽ മാർക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അതേ യൂണിവേഴ്സിറ്റിയിലെ അതേ കോളേജിൽ അതേപോലെ നിങ്ങളെപ്പോലെ ഹയർ റാങ്കുള്ള ഹയർ മാർക്കുള്ള കുട്ടികളും അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്കുള്ള ആൾക്കാണ് എന്ത് കിട്ടുക? അതത് യൂണിവേഴ്സിറ്റിയിലെ അതത് ടോപ്പ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലും തുടങ്ങിയ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് എന്തുള്ളത് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫീസ് 100 250 200 ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നീടുള്ള അഥവാ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഫറെൻറ്റ് കോളേജസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ കോളേജിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ട. പിന്നെ അവിടെ അഡ്മിഷൻ്റെ ഫീസ് വരും, അത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് CUT-യുടെ റിസൾട്ട്സിൻ്റെ ഒരു ആകെത്തുക നമുക്ക് നോക്കാം. അതായത് CUT-ക്ക് ആകെ രജിസ്റ്റർ ചെയ്ത് ഏകദേശം 13,47,820 വിദ്യാർത്ഥികളാണ്. അതിൽ 11 ലക്ഷം പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ഫുൾ 13 ലക്ഷത്തിൽ 2 ലക്ഷത്തോളം 2,34,000 വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടില്ല? എക്സാം എഴുതിയിട്ടില്ല. അതിൽ ഏകദേശം സബ്ജക്റ്റ് വൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 5,77,168 സബ്ജക്ട്സ് വന്നിട്ടുണ്ട്. അഥവാ ഒരു കുട്ടി 4 സബ്ജക്ട്സ് ആണ് ഏവറേജ് ആയിട്ട് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പം 4 × 13 lakhs എന്ന് പറയുമ്പോൾ എത്രയാണ്? 5,57 lakhs അഥവാ 57 ലക്ഷം സബ്ജക്റ്റിൻ്റെ എക്സാംസ് നടത്തുന്നുണ്ട്. അതിലാകെ 46 ലക്ഷം പേര് എന്ത് ചെയ്തുള്ളൂ? എക്സാമിന് അറ്റൻഡ് ചെയ്തുള്ളൂ. സോ അതിൽ നമ്മളെല്ലാം സിറ്റി വൈസ് ആയിട്ടും അതുപോലെ യൂണിവേഴ്സിറ്റി വൈസ് ആയിട്ടും എല്ലാം നമ്മൾ ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് അതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ളൊരു കാര്യമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഓരോ സബ്ജക്റ്റ് വൈസ് എത്രയും കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഞാൻ ഇന്ന സബ്ജക്ട്സ് ആണ് പോകുന്നത്. സോ എൻ്റെ സബ്ജക്ട്സിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റവും കുറവ് കോമ്പറ്റീഷൻ ഉള്ളത്? ഇപ്പം ചില കുട്ടികളുണ്ടോ മാർക്ക് അധികം സ്കോറൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ആർട്സ് ഒക്കെ ആണെങ്കിൽ ആർട്സിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അത്തരം സ്റ്റുഡൻസൊക്കെ ഇത് നന്നായി ശ്രദ്ധിച്ച് വെക്കണം. കാരണം അവർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക എക്സാം ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്തായിരിക്കും? നമ്മുടെ ജനറൽ ടെസ്റ്റ്. സോ ജനറൽ ടെസ്റ്റ് കണ്ടില്ലേ, 7 lakh കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം ചെയ്തിട്ട് 8 ലക്ഷം പേരാണ് എന്നുള്ളത്
അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. സോ ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്, ദെൻ ജനറൽ ടെസ്റ്റ് ആണ്. പിന്നെ വരുന്നത് കെമിസ്ട്രി ആണ്. സോ കെമിസ്ട്രി ഏകദേശം 7 lakh പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 5,60,000 എക്സാം എഴുതിയിട്ടുണ്ട്. ദെൻ വരുന്നത് ഒക്കെ സയൻസ് ആണ്. ഫിസിക്സിൽ കണ്ടില്ലേ 6,70,000 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 5,30,000 എക്സാം ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സിലും അതേപോലെ തന്നെ 4,80,000 അപ്ലൈ ചെയ്തിട്ട് 3,80,000 ചെയ്തിട്ടുണ്ട് എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആർട്സും കൊമേഴ്സും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും, സയൻസ് പോലെയുള്ള എക്സാമുകൾക്കായിരിക്കും. ദെൻ പിന്നെയുള്ളത് ലാംഗ്വേജ് വൈസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഹിന്ദിയാണ്. അഥവാ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും, കാരണം നിങ്ങൾക്കറിയാം കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനത്തും ഹിന്ദിയാണ് വരുന്നത്. അപ്പം ഹിന്ദിയിലാണ് പിന്നെ നമുക്ക് കൂടുതൽ അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുമ്പോൾ പിന്നെ ആർട്സുകളാണ് വരിക. അത് പ്രത്യേകിച്ച് ആർട്സിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എക്കണോമിക്സ്, കാരണം കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ജോയിൻ ചെയ്ത് വരുന്നതാണ് എക്കണോമിക്സ്. സോ അതിൽ ഏകദേശം 1,80,000 സംതിങ് എന്നിട്ട് കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ബയോളജി. സയൻസിലുള്ള കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് മാത്രമല്ല ബയോളജിയിൽ ഏകദേശം 3,90,000 കുട്ടികൾ അപ്ലൈ ചെയ്തതിൽ 3,10,000 കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അഥവാ കൊമേഴ്സ് ഫീൽഡിൽ കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബിസിനസ് സ്റ്റഡീസാണ്. 1,90,000 അതിൽ 1,60,000 കുട്ടികൾ എന്ത് ചെയ്യുന്നത്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സിൽ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടൻസി, കാരണം ബിസിനസ്സിനേക്കാൾ കുറവ് കുട്ടികൾ എന്താണ് അക്കൗണ്ടൻസി അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാരണം ബിസിനസ്സിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, പക്ഷേ അക്കൗണ്ടൻസിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ബിസിനസ്സിനാണ് അപ്ലൈ ചെയ്യുക. പക്ഷേ അപ്ലൈ അക്കൗണ്ടൻസിക്കാണ്. കാരണം 1,80,000 ആൻഡ് 1,93,000 ഉള്ളിടത്ത് 1,66,000 1,56,000 ആണ്. സോ കുട്ടികൾ കുറച്ചും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടൻസിക്ക് അപ്ലൈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട്. നെക്സ്റ്റ് ആർട്സ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി, പൊളിറ്റിക്സ് തുടങ്ങിയ സബ്ജക്ട്സ് ആണ്. സോ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സാമിന് വരികയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ, അഥവാ നോക്ക് ജോഗ്രഫിക്ക് 83,000 കുട്ടികൾ അപ്ലൈ ചെയ്തതിൽ 70,000 കുട്ടികൾ എന്തുണ്ട്, എക്സാമിന് വന്നിട്ടുണ്ട്. സോ അത്തരം അഥവാ ആർട്സ് ഫീൽഡിൽ കുറച്ചുകൂടി എന്താണ് കോമ്പറ്റീഷന് കുറവാണെങ്കിലും വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും, കൂടുതൽ രീതിയിൽ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലും അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതെന്താ നോക്കാം. നെക്സ്റ്റ് കണ്ടോ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അതിലും 1 lakh കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് 50,000 കുട്ടികൾ മാത്രമേ എന്തുള്ളൂ വന്നിട്ടുള്ളൂ. കാരണം അവർ കൂടുതലും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആ ഒരു ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, പോകും. പിന്നീട് കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തൊരു കാര്യമാണ് അഗ്രികൾച്ചർ. കാരണം അഗ്രികൾച്ചറിൽ പ്രത്യേകം ഐക്കർ പോലത്തെ കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് 29,000 കുട്ടികളാണ് അതിൽ അപ്ലൈ ചെയ്തതിൽ എക്സാമിന് വന്നിട്ടുള്ളത്. ദെൻ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. സോ അതിൽ കണ്ടില്ലേ പൊളിറ്റിക്കൽ സയൻസിൽ 1,61,000 വന്നതിൽ ഏകദേശം 1,38,000 കുട്ടികളിൽ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലീഗൽ സ്റ്റഡീസ് കൂടുതൽ കുട്ടികൾ LLBക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ട് 43,000 ഉള്ളതിൽ 30,000 കുട്ടികളും ലീഗൽ സ്റ്റഡീസിന് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് വരുന്നൊരു കാര്യമാണ് പൊളിറ്റിക്കൽ സയൻസ്. സോ പൊളിറ്റിക്കൽ സയൻസിലും ഏകദേശം നല്ല രീതിയിൽ എന്തിട്ട് കുട്ടികൾ എക്സാമിന് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് അല്ല, ഹിസ്റ്ററിക്ക് നല്ല രീതിയിൽ കുട്ടികൾ വന്നിട്ടുണ്ട്. 1,37,000 അതിൽ 1,70,000 കുട്ടികൾ എന്തിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ട്. അപ്പം ഹിസ്റ്ററി, ആർട്സ് പോലത്തെ സബ്ജക്ട്സ് നല്ല കൊമേഴ്സിലൊക്കെ അപ്ലൈ ചെയ്ത് അതിനടുത്ത് തന്നെ 80% എബോ അറ്റൻഡൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സയൻസ് സബ്ജക്ട്സിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ കമ്പ്യൂട്ടർ സയൻസിനൊക്കെ വളരെ കുറഞ്ഞ കുട്ടികളാണ് എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാംസുകളാണ്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിൽ 81,000 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അഥവാ NCC, യോഗ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതെന്താണെന്ന് വെച്ചാൽ ആർമി ഫീൽഡിലൊക്കെ പോകാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിൽ 63,000 കുട്ടികൾ എക്സാമിന് വന്നിട്ടുണ്ട്. അതെ, സോഷ്യോളജിയും ദെൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സൈക്കോളജിയും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ സൈക്കോളജി പോലെ എക്സാമിന് വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ജനറൽ ടെസ്റ്റിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8,34,873 അതിൽ 7 lakh സ്റ്റുഡൻസ് എന്തിൻ്റെ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ജക്ട്സ് വൈസ് നോക്കുന്നത് മാത്രം പോരാ. എന്ത് വേണം, ഈ ഒരു സബ്ജക്ട്സിൽ എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്യുക, എത്ര കുട്ടികൾ അപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൽ അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് നമുക്ക് ശ്രദ്ധിക്കണം. അതിന് മുൻപ് ജസ്റ്റ് കണ്ടില്ലേ ഇവിടെ ഓരോ സംസ്ഥാനത്ത് നിന്ന് എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമുക്ക് നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ട് നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. 51,000 കുട്ടികൾ വന്നു. അതിലെ 37,000 കുട്ടികളാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏകദേശം 4 ലക്ഷത്തോളം കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തത്. +1 +2 കഴിഞ്ഞിട്ട് അതിലെ 1/10 10 കുട്ടികൾ ഒരാൾ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ 37,000 കുട്ടികൾ. സോ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു നോക്ക്, ഡൽഹിയിൽ നിന്നൊക്കെ 1.5 ലക്ഷത്തോളം കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ട്. ശ്രദ്ധിക്കാം, ഇവിടെ ഡൽഹിയിൽ 1.5 ലക്ഷം കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള യു പി എവിടെയാണ്? സോ UP എന്ന് കണ്ടില്ലേ 3.5 ലക്ഷം കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ട്. പിന്നെ ഡൽഹി എന്ന് വെച്ചാൽ ഡൽഹിയിൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതൊക്കെ തന്നെ അവിടെ ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അവർക്ക് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, CUT വഴിയാണ് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ഇനി സബ്ജക്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ട്? 1,683 കുട്ടികൾക്ക് എന്നിട്ട് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അക്കൗണ്ടൻസിയിൽ വെറും 1,100 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ദെൻ നമ്മൾ നോക്കുമ്പം
ബിസിനസ് സ്റ്റഡീസിന് 8000 ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയത് ബിസിനസ് സ്റ്റഡീസിനാണ്. കാരണം ബിസിനസ് സ്റ്റഡീസ് അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. അക്കൗണ്ടൻസി വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു, ഷുവറായിട്ട് പറയാൻ പറ്റും. അക്കൗണ്ടൻസി വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. മാത്സ് അതുപോലെ തന്നെ സയൻസിൻ്റെ സബ്ജക്റ്റ് നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ജനറൽ ടെസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ടാണ് ജനറൽ ടെസ്റ്റിൽ CUT ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങുന്നത്. ഒറ്റ കുട്ടിക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടിയുള്ളൂ. അത് ശ്രദ്ധിക്കണം. 244 മാർക്കിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ദെൻ ബാക്കിയൊക്കെ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ ഫിസിക്സ് ആവട്ടെ 114 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ മാത്തമാറ്റിക്സിൽ 5 പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയത്. 5 പേര് അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഫുൾ മാർക്ക് കിട്ടിയത്. കെമിസ്ട്രിക്ക് 398 പേര് കിട്ടിയിട്ടുണ്ട്. ബയോളജിക്ക് 835 പേർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ജോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ജിയോളജി ഇത് രണ്ടിലും ഒരുമിച്ചാണത്. 373 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് നല്ല രീതിയിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പൊളിറ്റിക്സിനും 5200 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സൈക്കോളജിയിലും 1602 പേർക്ക്, അഥവാ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കോമ്പറ്റീഷൻ എത്രയാണെന്നുള്ളത്, എത്ര പേര് അറ്റൻഡ് ചെയ്തു, അതിൽ എത്ര കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, ഇനി ഓരോരോ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ നോക്കണം. ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇൻഡിവിജ്വൽ അത് നിങ്ങൾ അതിൻ്റെ പ്രസ് റിലീസ് എടുക്കുക, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ ഫുൾ വായിച്ചിട്ട് അതിൽ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കണം. കാരണം നിങ്ങളെ +2 മാർക്ക് ചിലപ്പോൾ നോക്കും, മാർക്ക് നോക്കില്ല, മാർക്ക് ഇത്ര ശതമാനത്തിൽ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നിങ്ങളുടെ ഏജ് നോക്കും. ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഏജ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ അല്ലാതെ നിങ്ങളുടെ വെയിറ്റേജ് അല്ല, ഏജ് മാർക്കൊന്നും വെയിറ്റേജ് അല്ല. നിങ്ങൾക്ക് ആകെ വരുന്ന ക്രൈറ്റീരിയ എന്നുള്ളത് CUT മാർക്ക് മാത്രമായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങളിപ്പം ഒരു സബ്ജക്റ്റ് നിങ്ങളിപ്പം 4 സബ്ജക്ട്സ് അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ വേണ്ട 5 സബ്ജക്ട്സ് ഉണ്ട്. അപ്പം സബ്ജക്റ്റ് A, സബ്ജക്റ്റ് B, സബ്ജക്റ്റ് C, സബ്ജക്റ്റ് D, 5ാമത്തേത് ജനറൽ ടെസ്റ്റ്. സോ ജനറൽ ടെസ്റ്റിന് ഏകദേശം 244 മാർക്കാണ്, ബാക്കിയൊക്കെ 200 മാർക്കായിട്ടുണ്ടാവുക. സോ ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നോക്ക് 400, 800, 1044 മാർക്ക് ഉണ്ടാവും. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റീസും 800 മാർക്കിലാണ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോൾ എന്താ ചെയ്യുന്നത്, 1044 നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇപ്പം 980 ആണ് മാർക്ക്, 980 ആണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻറ്റു 800/1044 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്ത്, നമ്മുടെ ആക്ച്വൽ മാർക്ക്. അഥവാ എല്ലാ മാർക്കും നമുക്കിപ്പം എത്രയാണോ മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ മാർക്കിന് എന്ത് ചെയ്യും, 800ലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ 800ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് എന്ത്, നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുമ്പം ഇവിടെ ആക്ച്വൽ മാർക്ക് നമുക്ക് 750 ആയിരിക്കും, അഥവാ 8ൽ 750.958 ആണിത് നമ്മുടെ ആക്ച്വൽ മാർക്ക് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആകെ ഒരു സിംഗിൾ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് സിംഗിൾ സബ്ജക്റ്റ് മാത്രമേ ഉള്ളത്. അപ്പം 200 മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിന് എന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് 180 മാർക്കാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങളത് എങ്ങനെയായിരിക്കും, 180 അല്ലേ ഉള്ളത്. സോ 180 ഇൻറ്റു നോക്ക് കണ്ടോ, ഇവിടെ ആദ്യം മാർക്ക് 800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റു 800 ബൈ ടോട്ടൽ മാർക്ക് എത്രയാണ്, ടോട്ടൽ മാർക്ക് ഇവിടെ 200 അല്ലേ, സോ ബൈ 200. സോ എത്ര വരും, നമുക്ക് 720 ആയിരിക്കും മാർക്ക് വരിക. ഏതായിരിക്കും, 720 ആയിരിക്കും മാർക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഇൻറ്റു ടോട്ടൽ മാർക്ക്, ടോട്ടൽ മാർക്ക് 800 ആണ് ടോട്ടൽ മാർക്ക്, ബൈ ആക്ച്വൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് മാക്സിമം കിട്ടുന്ന മാർക്ക് എത്രയാണോ അത്. അഥവാ ഈ 5 സബ്ജക്ട്സ് വരുന്ന യൂണിവേഴ്സിറ്റിയിൽ മാക്സിമം മാർക്ക് 1044. സോ അതാണ് ബൈ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ബൈ 1044. എല്ലാത്തിൻ്റെയും ടോപ്പിൽ ഫ്രണ്ടിൽ എന്താണ്, അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ ഉണ്ടാവുക, 800 ആയിരിക്കും. കാരണം 800 ആണ് സ്റ്റാൻഡേർഡ് മാർക്ക്. സോ സ്റ്റാൻഡേർഡ് മാർക്ക് 800, താഴെ അതിൻ്റെ മാക്സിമം മാർക്ക് ഇൻറ്റു നമ്മുടെ മാർക്ക്, നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടോട്ടൽ സബ്ജക്ട്സ് എത്രയാണോ മാർക്ക് അത് കിട്ടും. അത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റാങ്കിലിടുന്ന മാർക്ക് കിട്ടും. സോ ഈ ഒരു കേസിൽ 720 ആണ് നമ്മുടെ മാർക്ക് വരുന്നത്, ഇവിടെ കിട്ടുന്നത് 750.958 ആണ്. സോ ഓരോ യൂണിവേഴ്സിറ്റിയിലും ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുക്കുന്നതും എജുപോർട്ടിൻ്റെ CUT ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ വെരി ബെസ്റ്റ്.